ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ നോമ്പ് മുഹറം 9ൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്താഴത്തിന് നീറ്റതാണ്. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചാണ് അപ്പം ചൂടാക്കിയിട്ട് കഴിക്കണം. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിട്ട് പോവാം. അപ്പോൾ ഇതാ നേരെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. കട്ടൻ ചായ ഉണ്ടാക്കണം കേട്ടോ. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി താളിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി കെടുക്കുമ്പോൾ തക്കാളി താളിച്ചായിരുന്നു കേട്ടോ. മീൻകറി ഉച്ചക്കത്താണ്. അപ്പം മീൻകറി അത് ചൂടാക്കാൻ വിചാരിച്ച്. പിന്നെ ചോറ് ഇതാ റൈസ് കുക്കറിൽ വെക്കണ കാരണം ചോറ് ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ചോറ് ഓവനിൽ വെച്ച് കൊണ്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കട്ടൻ ചായ പൊടിയൊക്കെ ഇട്ടുണ്ടാക്കി പെട്ടെന്ന് പണി വെച്ചാൽ വീടൊന്നും എല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ല. ബാങ്ക് കൊടുക്കുന്ന പേടി അതുകൊണ്ട് അങ്ങനെ ബാങ്ക് നേരത്തെ കൊടുക്കുമല്ലോ. അപ്പോൾ അല്ല സുബി ബാങ്ക് നേരത്തെ കൊടുക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് പണിയൊക്കെ കഴിച്ചാണ്ട് മീൻ പൊരിച്ചതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം ചോറ് ചൂടായി അതെടുത്ത് പിന്നെ മോള് നോമ്പ് പത്താതി എണീക്കണില്ലാണ് കേട്ടോ. ഞാനും ഷിഫും കൂടിയാണ് കേട്ടോ പത്താതി എണീറ്റിട്ടുള്ളത്. ഓള് നീറ്റ് പല്ലൊക്കെ തേച്ച് അവളും വരുന്നുണ്ട്. ഞാൻ അപ്പോഴത്തിന് ഓള് വരുമ്പോൾ പണിയൊക്കെ കഴിച്ചാണ് കേട്ടോ. കോഴിമുട്ട പൊരിച്ച് പിന്നെ അച്ചാറ് കൂട്ടണ്ട വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അച്ചാറ് കൂട്ടി വിചാരിച്ചിട്ട് നമുക്ക് കോഴിമുട്ട പൊരിച്ചെടുത്ത്. അച്ചാറ് അത്താഴത്തിന് നമുക്ക് അച്ചാറ് ശരിയാവില്ലല്ലോ. പിന്നെ അത് അവൾക്ക് തക്കാളി കൂട്ടാനും സ്രാവ് പൊരിച്ചതും കോഴിമുട്ട പൊരിച്ചതും അങ്ങനെ കേട്ടോ. ഞാൻ മീൻ കറി വെച്ചിരിക്കണത് മീൻ മുളകിട്ടുണ്ടായിരുന്നു. അതും സ്രാവും പിന്നെ കോഴിമുട്ട പൊരിച്ചതും ഞാനും കഴിച്ചിട്ടാ. അങ്ങനെ ഞങ്ങൾ ഉണ്ടാകണം ചോറൊക്കെ തിന്നാണ്. ചോറ് ഞാൻ വല്ലാതെ കഴിക്കലില്ല അത്താഴത്തിന് ഒന്ന്. പിന്നെ അവൾക്ക് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ചോറിന്ന് ഓളെ കൂട്ടത്തു കൂടി നമ്മളൊരാൾ കൂടുന്നത് നല്ലതല്ലേ. ഒറ്റയ്ക്കും എങ്ങനെ കഴിക്കലുണ്ടാവില്ല വെച്ചാൽ ഞാനും ഓളെ കൂടെ കൂടി. പിന്നെ ഇതാ കട്ടൻ ചായ ഉണ്ടാക്കിക്കണത്. പാൽച്ചായ ശരിയാവില്ല അത്താഴത്തിന്. പാൽച്ചായ ഒന്നും ശരിയാവില്ലല്ലോ. അപ്പോൾ ഇതാ ഞങ്ങൾ അത്താഴത്തിന് കട്ടൻ ചായയും ചോറും ഒക്കെ കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് സുബിയാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ കിടന്ന് ഉറങ്ങിന്നിട്ടാ. പിന്നെ ഒരു 9 മണി നേരത്തെ പിന്നെ നീറ്റുണ്ടായിരുന്നു. പച്ചരി വളർത്തിട്ട് വെച്ചിരുന്നു. പച്ചരി ഞങ്ങൾ അത്താഴത്തിന് നീച്ചപ്പോൾ തന്നെ വളർത്തിട്ട് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ കുതിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 9:30-10 നേരത്താണ് അരക്കണത് കേട്ടോ. വൈകുന്നേരം അസർസ്കാരം കഴിഞ്ഞിട്ടാണ് ചുടൽ. പിന്നെ അരച്ച് വെച്ചിക്കാണ്ട് കുറച്ചേരം ഇരിക്കണമല്ലോ. അപ്പം അങ്ങനെ 2 കപ്പ് പച്ചരി, 3/4 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറും അങ്ങനെ ഇതാ മിക്സിയിലിട്ട് കണ്ട് അരക്കണം കേട്ടോ. കുറേശ്ശെ അരക്കണം, നന്നായിട്ടൊന്നും ഇടുന്നില്ല. അങ്ങനെ കുറേശ്ശെ അരച്ച് വെച്ച് പിന്നെ അങ്ങനെ തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ ചിരണ്ടി വെച്ചായിരുന്നു. തേങ്ങ ചിരണ്ടിയതും പിന്നെ അതാ പച്ചരി ഇട്ട് അങ്ങനെ മിക്സാക്കിയിട്ട് അങ്ങനെ ചോറും അങ്ങനെയൊക്കെ പാടെ മിക്സാക്കിയിട്ട് അങ്ങനെ അരച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അധികമൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല. അതിൻ്റെ ഒപ്പത്തിന് നേരെ മേലായിട്ട് അങ്ങനെ അരച്ചത്. പിന്നെ ഈ ഈസ്റ്റ് ഇടാൻ മറന്നിന്ന് ഞാൻ കേട്ടോ. ചിലവർ അരക്കുമ്പോൾ ഇടും, ഞാൻ മറന്നതാണ്. ചിലപ്പോൾ ഞാൻ മാവിലിടലുണ്ട്. ഇഡ്ഡലിക്കൊക്കെ അരക്കുമ്പോൾ ഞാൻ കൂട്ടലുണ്ട്. അങ്ങനെ അരച്ചതിന് ശേഷമാണ് ഈസ്റ്റ് ഇടുന്നത് കേട്ടോ. പിന്നെ ആ ചെറിയ സ്പൂണ് 2 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകാണ്ട് നല്ല ഇളക്കിക്കാണ്ട് മിക്സാക്കിയിട്ട് മൂടി വെച്ചിട്ട് നല്ല അമർത്തി മൂടി വെച്ച്. പിന്നെ ഞങ്ങൾ നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അസർ നിസ്കാരം കഴിഞ്ഞ് 4 മണി 4:30 നേരത്താണ്ട് പിന്നെ ഇറങ്ങണത്. അങ്ങനെ പിന്നെ അതാ ചുടുന്നുണ്ട്. വെള്ളപ്പത്തിന് നല്ല പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാവൊക്കെ കറക്റ്റായിരുന്നു. ഇപ്പം അതങ്ങനെ ചുടാൻ വേണ്ടി ഒരുങ്ങാണ്. ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനും മരുവോളും ഷിഫും ഞാനും ഷിബിയും കൂടി ഇറങ്ങിക്കണം. ഞങ്ങൾ 3 കൂടി പെട്ടെന്ന് പണി തീർക്കാച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പണി തീർക്കാൻ ഞങ്ങൾ 3 കൂടി ഒപ്പം ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചുട്ട് വെക്കണം, കിട്ടുമോ ഇല്ലയെന്ന് അറിയാം. അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ബ്രിഫൻ ചട്ടിയിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ അത് പുതിയ ചട്ടിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ തക്കാളി അളിക്കും, കോഴിമുട്ട പൊരിക്കും, മീൻ പൊരിക്കും, അങ്ങനെ പലത് ഉപയോഗിക്കണം. അതിന് കിട്ടുമോ ഇല്ല എന്നൊരു പേടി ഉണ്ടായിരുന്നിട്ട്. അങ്ങനെ അത് ആദ്യം ചുട്ടപ്പോൾ ഒന്നും കിട്ടിയില്ല. വെള്ളപ്പച്ചട്ടി എൻ്റെ കേടന്ന് പോയിക്കണം. അപ്പോൾ ഞാൻ ഇത് എല്ലാറ്റിനും ചുടാൻ വിചാരിച്ച് അങ്ങനെ വാങ്ങിയത് തന്നെയാണ്. പിന്നെ വെള്ളപ്പൊക്കെ നമ്മൾ എപ്പോഴെങ്കിലല്ലേ ചുടുള്ളൂ. അപ്പം അങ്ങനെ ചുട്ടാക്കിയതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. 2-3 കിട്ടാതായി. പിന്നെ അങ്ങനെ ചുട്ട് റെഡിയാക്കി പിന്നെ റെഡിയായി പിന്നെ കിട്ടുകയും ചെയ്തിട്ടാ. പിന്നെ അതാ മാങ്ങ ജ്യൂസ് ചെറിയ മോള് മാങ്ങ ജ്യൂസ് അരിയുന്നുണ്ട്. മാങ്ങ അരിയുന്നുണ്ട് ജ്യൂസ് അടിക്കാച്ചിട്ട് മാങ്ങ ജ്യൂസ് ആക്കാൻ വിചാരിച്ച്. പിന്നെ ടാങ്ക് കലക്കിന്ന്. നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പം നാരങ്ങ നല്ല ടാങ്കല്ല ആണെങ്കിൽ ടാങ്ക് കലക്കി മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി. ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കൊടുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും എടുത്തിട്ടില്ല.
പിന്നെ ഇതാ ചിക്കൻ കറി ഷിഫുവിന് വെക്കണം എന്നാണ്. ഓൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കി പഠിക്കണം എന്നാണ്. പഠിക്കാനൊന്നുമില്ല, അവൾക്ക് അറിയൊക്കെ ചെയ്യുക. പക്ഷെ ഓൾക്ക് എവിടെയൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെയൊന്നും എപ്പോഴും കൊടുത്താൻ കിട്ടിയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഒപ്പം നിന്ന് ഓരോന്നിങ്ങനെ എടുപ്പിച്ച് കേട്ടാ പണിയൊക്കെ പഠിച്ചോട്ടെ വെച്ചിട്ട്. പിന്നെ എന്താ ഉള്ളിയൊക്കെ അരിയുന്നുണ്ട്. എല്ലാ പണി അറിയാം ഓൾക്ക്. പക്ഷെ ഓൾക്ക് എക്സാം ആയ കാരണം അടുക്കളയ്ക്ക് വല്ലാതെ ഇറക്കിയിട്ടില്ല. ഇനി എക്സാമൊക്കെ കഴിയട്ടെ, പഠിക്കുകയല്ലേ. എന്നും നമുക്ക് ഈ കാലാകാലം അടുക്കളയിൽ തന്നെയല്ലേ നമ്മൾ. അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തോട്ടെ വിചാരിച്ചുകൊണ്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പഠിപ്പൊക്കെ കഴിയട്ടെ, എന്നിട്ട് അടുക്കളയിൽ ഇറക്കാൻ വിചാരിച്ച്. അപ്പോൾ അതാ ഓരോന്നോരം പഠിച്ചു വെക്കണം നല്ലതല്ല. ഇനി പുറത്ത് പോവുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും വേണ്ട അറിയാം. അപ്പോൾ അങ്ങനെ പണിയൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നിട്ട്. അങ്ങനെ തക്കാളി അരിഞ്ഞ് ഉള്ളി അരിഞ്ഞ് പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിൻ്റെ ഇല ചിക്കൻ അപ്പോൾ ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോഴത്തിന് സിബി അപ്പം അങ്ങനെ ഓരോന്നോരോ ചുട്ട് ചട്ടി റെഡിയാക്കി കൊണ്ടിട്ട് അവളെ ചട്ടി റെഡിയാക്കി തന്നതിട്ടാ. അവളെ ആക്കത്തിൽ അങ്ങനെ ചുട്ടിക്കാണ്ട് ചട്ടി അവൾ റെഡിയാക്കി തന്ന്. പിന്നെ നല്ല മോണം കിട്ടുകയും ചെയ്തു. ഓരോന്നോരോന്ന് ചുട്ട് അങ്ങനെ പിന്നെ റെഡിയായി. പിന്നെ അതാ ഒക്കെ അരിഞ്ഞുണ്ടാക്കി. പിന്നെ കുക്കറിലാണ് ചിക്കൻ കറി വെക്കണത്. ചിക്കനൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. വെളുത്തുള്ളി ഇഞ്ചി ഇത് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ഇടണം എന്നൊക്കെ. വെളിച്ചെണ്ണ ഇതാ വാട്ടുകയാണ്, കുക്കർ ഉണ്ടാക്കുന്നുണ്ട്, ഇളക്കുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കണൊക്കെ ഉണ്ട് ഞാൻ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയിട്ടോള്. ഒന്നിച്ചിട്ട് കൈ ഒളിക്കല്ലേ കുറച്ച് കൂട്ടാ. വലിയ ജീരകം കുറച്ച് കൂട്ടാണ്. ചിക്കൻ കറിക്ക് ഒരുപാടില്ല. വലിയ ജീരകം ഇടും, വലിയ ജീരകം. ആ വലിയ ജീരകം ചിക്കൻ കറി ഇറച്ചി കറി ഇടുള്ളൂ. ചിക്കൻ കറി ഇടുവോ? എന്നിട്ടാണ് എന്താ റെസിപ്പി അതെയാ ഇട്ടുകൾ അറിയാനാ. ഒന്ന് ഇട്ടാളാല് കാണാൻ കുറച്ച് കരിവേപ്പില ഇട്ടാളാ. ഇത് ചിറ്റിച്ചില്ലേ ഒന്നുകൂടെ കൂടിയിട്ടാ. ഇനി വെല്ലുള്ളി ഉള്ളിൽ കൂടി കഴിഞ്ഞു. അതൊക്കെ ഇടണം. ഇറച്ചി കൊടുത്താൽ കരിയുണ്ടാകും. വെല്ലുള്ളി ഇട്ടത് കട്ടിയാ ചിറ്റിയില്ലേ? അതന്നെ ലാസ്റ്റ് ഉണ്ടാക്കിയില്ലേ തീർക്കാം. ഇട്ടിട്ടാ ഉപ്പഴിട്ട വീട് ഒരാളുണ്ട കട്ട വീടണ്ടല്ലോ. ഈ ഇപ്പൊടി ഇട്ട് ഓൾ ഞാൻ പഠിപ്പിച്ചെടുക്കണേ. അങ്ങനെ ഒരാളില്ല നോക്കാം കിട്ടാ കൂട്ടോ കൂടിക്കേ ഇങ്ങനെ വാട കൊണ്ട് മാത്രമായി. Oh my god. ആ ചുറ്റൊരാക്കി തൊട്ട് ദോശ ഉണ്ട് പോലത്തെ ചുറ്റൊരാക്ക് മേലെ കിട്ടാ ചിറ്റാളാണ് ചപ്പി ലാസ്റ്റ്. കാശ്മീരി ഞാൻ പൊട്ടിക്കോ എല്ലാം ഇടണ്ട മതി. എരി വരില്ല മതി. ഇതോ നല്ല സൂപ്പാലും. ഇനി മഞ്ഞപ്പൊടി കാശ്മീരാണെങ്കിൽ മല്ലി ഇടണം, കുറച്ച് മല്ലി ഇട്ടണം. ഓനട്ട് മല്ലി ഇനി മഞ്ഞപ്പൊടി മുളകും പൊടി വേണ്ട, കുരുമുളകും പൊടി ഇടും. ഇനി കുരുമുളക് പൊടി ഇടും മതി. ഉപ്പിട്ടിക്കണം നേരത്തെ സ്പൂണിയല്ലേ കൊട്ടി ഇതങ്ങനെ. ഈ മാഗി ട്യൂബ് ഇടും, ചിക്കൻ ഇടും, ചിക്കൻ ഇടും. ഇനി ഇളക്കണ്ട, ചിക്കൻ ഇടും, കൊട്ടിക്കളിക്കാണ്ട് അങ്ങനെ കൊട്ടുവിടും.
കയ്യെത്തണ്ടേ ഏ? കയ്യെത്തണ്ട കയ്യോ ഇജിട്ടാക്കണ അറിയണം അത് ഞാൻ പറയില്ലേ അല്ല അതിന് വോയിസ് ഓവറില്ല ഇജ്ജ് പറഞ്ഞു അങ്ങനെ ഇട്ടത് എൻ്റെ കൈ തന്നെയാണ് മൈലാഞ്ചൊക്കെയാണ് പുതിയ എണ്ണാണ് ഇത് ലാസ്റ്റ് ഇട്ടാ പോരാ ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാളെ കറിയൊക്കെ ഉള്ളതല്ലേ ചിക്കമ്മ തട്ടരുത് ഇളക്കുമ്പോൾ ചിക്കൻ പെട്ടെന്ന് ഓട്ടി ഇനി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വെള്ളം ഒരു ഗ്ലാസ് 2 ഗ്ലാസ് എടുത്തോ നമുക്ക് കറിയൊക്കെ ഉള്ളതല്ലേ വരട്ടുകയാണെങ്കിൽ വെള്ളം ഒഴിക്കൂല വരട്ടുകയാണെങ്കിൽ അതിൽ തന്നെ വെള്ളം ഉണ്ടാവും ഒരു ഗ്ലാസ് ഒഴിച്ചാൽ ഇനി ഇളക്കി കൊടുത്തു ഉപ്പിടണ്ടല്ലോ മാഗിക്ക് കൊടുക്കണം ഇപ്പണ്ട ഇനി കൈ കൊടുത്താളാണ് കയ്യോണ്ടോ വെള്ളപ്പോ ചൂടുണ്ട് ഒരു മണല്ലേ മാവ് തേങ്ങൻ്റെ മണം വെള്ളപ്പം ചിക്കൻ കറി അത് ഈ കൈ തോണ്ട കയ്യിൽ ആ കഴുകിയിൽ അവിടെ ഉണ്ടാവും ഇടാ നിനക്കടി വെള്ളമൊക്കെ പാകാമല്ലോ അപ്പോൾ ആ ലെഗ് പീസ് അത് കട്ടിപ്പോ അങ്ങനെ ഇതാ ചിക്കൻ കറി ഷിഫുവിൻ്റെ മക ചിക്കൻ കറി കഴിക്കണതാ നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അവള് പിന്നെ അതാ അതിൻ്റെ അടി പഴംപൊരിയും പൊരിച്ചിന്ന് വീടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാ ഞങ്ങൾക്ക് നോമ്പറക്കാനുള്ള വിഭവങ്ങളാണ് ഇതൊക്കെ ചിക്കൻ കറി വെള്ളപ്പം പഴംപൊരി പാൽപ്പൊടി ചായ പിന്നെ എന്താ ഇന്നത്തെ ഇവിടെ ഇത്ര തന്നെ ഉള്ളൂ എല്ലാവർക്കും അസ്സലാമു അലൈക്കും